അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തു വന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമം സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈനാണിപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. ഓടി നടന്ന പൂട്ടുകൾ തകർത്തായിരുന്നു വിമതർ ജയിലുകളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത്. ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു വന്ന ആ സമയത്ത് തന്നെയാണ് റഷ്യ ഇത്തരത്തിൽ അസദിനെ രക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ സുരക്ഷിതമായി തന്നെ റഷ്യയിലെത്തി എന്ന വിവരമാണ് പുറത്തു വന്നത്. പ്രത്യേക വിമാനത്തിലാണ് ഇവരെ രക്ഷിച്ച് മോസ്കോയിൽ എത്തിച്ചത്. അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് സ്ഥിരീകരിച്ചത്. ബഷാർ അൽ അസദ് സിറിയ വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും എവിടെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടെ അദ്ദേഹത്തിന്റെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. വിമതർ സിറിയൻ ഭരണം പിടിച്ച പശ്ചാത്തലത്തിൽ റഷ്യയിൽ അസദ് രാഷ്ട്രീയ അഭയത്തിലാണ്. നയതന്ത്ര കാര്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പു നൽകിയെന്ന് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചു. പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിരുന്നു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസും വിമത സായുധ സംഘം പിടിച്ചെടുത്തത്. അബു മുഹദ് അൽ ജുലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറിയത്. എന്തായാലും ഇസ്രായേലിന് താൽക്കാലിക സമാധാനം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ അശാന്തി സിറിയയിലേക്ക് കടന്നപ്പോൾ കാണുന്നത് അതിഭയാനകമായ കാഴ്ചകളായിരുന്നു. ചുവപ്പ് തടവറകൾ എന്ന് വിളിക്കുന്ന സിറിയയിലെ ജയിലുകളിൽ നിന്ന് വിമതർ മോചിപ്പിച്ചത് മരണം കാത്തുകിടക്കുന്ന അനേകം സ്ത്രീകളെയും കുട്ടികളെയുമായിരുന്നു. വിമത പ്രവർത്തനം ആരോപിച്ച് ജയിലിലാക്കിയ പുരുഷന്മാരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നത് അതീവ ആശങ്കയുയർത്തുന്നു. മാനവികതയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചുവന്ന കെട്ടിടത്തിലെ ക്രൂരതകൾ ഇനിയും ഏറെ പുറത്തു വരാനുണ്ടെന്നാണ് സാരം. ഡമാസ്കസിലെ മനുഷ്യാറവശാല എന്നുകൂടി അറിയപ്പെടുന്ന ഡെയ്നയ മിലിറ്ററി ജയിലിൽ അതീവ സുരക്ഷയൊരുക്കിയ നിരവധി ഭൂഗർഭ സെല്ലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയെല്ലാം എത്തിപ്പറ്റാൻ തന്നെ ഏറെ കടമകൾ കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിമതർ ജയിലിന്റെ ചുമരുകൾ ഇടിച്ചു പൊളിച്ച് അതിനകത്ത് നൂറുകണക്കിന് അന്തേവാസികളെ ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ഭൂഗർഭത്തിൽ 3 നിലകളിലുള്ള ഈ ചുവന്ന ജയിലിൽ പുരുഷ തടവുകാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ആരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ വ്യാവസായിക പീഡന കേന്ദ്രം എന്നുകൂടി അറിയപ്പെടുന്ന ഈ സൈനിക ജയിലിൽ 2011 മുതൽ 5000 മുതൽ 13000 വരെ അന്തേവാസികളെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു അക്ബർ വിളികൾക്കിടയിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് പിച്ചവെച്ച് നടന്നുവരുന്ന ഒരു കുരുന്നിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദ ആരവങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുറത്ത് കാത്തുകിടന്നിരുന്ന ബസ്സുകളിൽ അവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. അതിലെ ചിലർ 1.5 പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ്. ഭൂമിക്കടിയിൽ ജയിലിന് 3 നിലകളുണ്ടെന്നും അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നും വിമതർ പറയുന്നുണ്ട്. അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അത് ഉപയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടകം തന്നെ അവിടം വിട്ട് പോയി കഴിഞ്ഞു. അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത്. സൈനയ ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിക്കുമെന്നും വിമതർ അറിയിച്ചിട്ടുണ്ട്. ഡമാസ്കസിൽ നിന്നും 30 കിലോമീറ്ററോളം ദൂരെ മാറിയുള്ള ജയിലിൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നതെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചത്. ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യത്തിൽ കീഴിൽ ഏകദേശം 10,000-ഓളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.